കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആദ്യമായിട്ട് ഈ ഷിഗല്ല എന്നൊരു രോഗം പടരുന്നതായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഗവൺമെൻറ് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ കോഴിക്കോടും ഈ രോഗം ബാധിക്കുകയും ഇന്നലെ ഒരു കുട്ടി 4 വയസ്സുള്ളൊരു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 കുട്ടികളെയാണ് ഈ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതിൽ ഒരു കുട്ടി ഡിസ്ചാർജ് ചെയ്തു. ഒരു കുട്ടിയുടെ അവസ്ഥ സ്റ്റേബിളാണ്. അതിൽ 10 വയസ്സുള്ള ദേവനന്ദ എന്നുള്ള കുട്ടിയാണ് രോഗം ഭേദമായിട്ട് ഡിസ്ചാർജ് ചെയ്തത്. അതുപോലെ ആദം അൽഖാൻ എന്ന 2 വയസ്സുള്ള കുട്ടി രോഗം ഭേദമായി, ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ ഈ തലക്കുളത്തൂരിലുള്ള നിള എന്ന 4 വയസ്സുള്ള കുട്ടിയാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ രോഗം ഇതൊരു ബാക്ടീരിയ ആണുണ്ടാകുന്ന രോഗമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ ഒരു രോഗം വരാനുള്ള മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ ഒരു ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് വയനാട്ടിലെ 2 വിദ്യാലയങ്ങളിൽ ഏതാണ്ട് 164 കുട്ടികൾക്ക്, അതായത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ കൊളിയാടി മാർ ബസേലിയസ് സ്കൂളിൽ മിനിഞ്ഞാന്ന് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഏതാണ്ട് 164 പേർക്ക് ഈ വയറിളക്കം, ഛർദിയൊക്കെ ഉണ്ടായി. അതുകൂടാതെ നെന്മേനി പഞ്ചായത്തിലും ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിച്ചു. ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ടീമിനെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊരു മെഡിക്കൽ ടീമിനെ ബത്തേരിയിലേക്ക് അയച്ചു. പക്ഷേ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അത് ഈ ഷിഗല്ലയുടെ ഭാഗമല്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. എങ്കിലും അതിനെക്കുറിച്ച് സാമ്പിളൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെയുള്ള നോക്കുമ്പോൾ അത് ഇതുമായിട്ട് ബന്ധമില്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പക്ഷേ അതുകൊണ്ട് അത് മുഖവിലയ്ക്ക് മാത്രം എടുക്കുന്നില്ല. കൂടുതൽ പരിശോധന നടത്തി സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ട്, ബ്ലഡിൻ്റെയൊക്കെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗം പ്രതിരോധിക്കണമെങ്കിൽ ഒന്ന്, ഇതിൻ്റെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ഹോട്ടലുകളിലുള്ള ഭക്ഷണം, ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നത് സാധാരണ നിയമം അനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്നാണ് നിയമം. പക്ഷെ പലരും ആ രീതി അവലംബിക്കുന്നില്ല. സാധാരണ ഉള്ള വെള്ളം കൊടുക്കുമ്പോൾ ഈ പലതിലും വെള്ളത്തിലൊക്കെ ഇതിൻ്റെ ബാക്ടീരിയ കലരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് വകുപ്പിൽ നിന്ന് കൊടുത്തുള്ള നിർദ്ദേശം ക്ലോറിൻ നിർബന്ധമായിട്ട് ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുക. ചില ഭാഗങ്ങളൊക്കെ ക്ലോറിൻ്റെ മണം പിടിക്കുന്നില്ല, സ്വാദ് പിടിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ഈ രോഗം ഒരു നിപ പോലെ പടർന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴയിൽ ആറന്മുളയിലൊക്കെ കണ്ട ഈ രോഗമാണ് ഇപ്പോൾ പെട്ടെന്ന് കോഴിക്കോട് വരികയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. ആദ്യത്തെ മരണമാണ് കേരളത്തിൽ ഈ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് ഈ പരിശോധന കർശനമാക്കുക. ഇതിലിപ്പോൾ ഈ ചില പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് ഉൾപ്പെടെ, ഈ മത്സ്യമൊക്കെ ഇട്ട് വയ്ക്കുന്ന അതേ ഐസ് കുടിവെള്ളത്തിൽ ഐസ് വാട്ടർ ചോദിക്കുമ്പോൾ, തണുത്ത വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഹോട്ടലുകളിൽ പ്രത്യേകിച്ച് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ അത് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. എല്ലാ വെട്ടിക്കടകൾക്കും ഇത് ബാധകമല്ല. നല്ല രീതിയിൽ നല്ല അന്തരീക്ഷം നടത്തുന്ന ഒരുപാട് തട്ടുകടകളുണ്ട്. പല VIP അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് വൃത്തിഹീനമായ പ്രദേശങ്ങളിൽ ഈ തട്ടുകടകൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇടുന്നുണ്ട്, അതിൻ്റെ രോഗങ്ങൾ വേറെ. അതുപോലെ തന്നെ ഈ
ഈ വിദ്യാലയത്തിൽ ഈ വയറിളക്കും ഇതൊക്കെ കണ്ട വിദ്യാലയത്തിൽ ഒരു കിണറും ഉണ്ട്, ഒരു ബോർവെല്ലും ഉണ്ട്. ബോർവെല്ലിലെ വെള്ളം പരിശോധിച്ചു, കുഴപ്പമില്ല. കിണറ്റിലെ വെള്ളത്തിൽ പരിശോധന റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം, വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സാമ്പിള്, അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം, ഇതും കൂടെ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയുള്ള ഉത്തരവിൽ ഈ വിദ്യാലയങ്ങളിൽ ചെല്ലുമ്പോൾ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കാൻ, ക്വാളിറ്റി ഉറപ്പ് വരുത്താം, പക്ഷേ അതിൻ്റെ ലൈസൻസ് ചോദിക്കരുത് എന്നൊരു നിർദ്ദേശം വന്നത്. ഞങ്ങൾ ലൈസൻസ് ചോദിക്കുന്നില്ല, പക്ഷേ അവിടുത്തെ ശുചിത്വം ഉറപ്പാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ കുട്ടികളെ ബാധിക്കും. അതുകൊണ്ട് ഇതുപോലെ രോഗങ്ങളുടെ ഇത് ഏറ്റവും അധികം ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കൈകളിൽ കൂടെ പകരും. അതുപോലെ തന്നെ ഏറ്റവും മലിനമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെ ഈ ബാധിച്ച രോഗി, ഷിഗല്ല ബാധിച്ച രോഗി ഭക്ഷണം പാചകം ചെയ്താൽ അതും രോഗത്തിന് കാരണമെന്നാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റി പറയുന്നത്, ഈ രോഗത്തിനെ കുറിച്ചുള്ള. അതുപോലെ തന്നെയാണ് ഈ മാലിന്യം കലർന്ന സ്രോതസ്സുകൾ, മലിനജലമുള്ള സ്രോതസ്സുകളിൽ നിന്ന് വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ ചെയ്താൽ ഈ രോഗം അടയാം. ഇതിനിപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശുചിത്വം പാലിക്കുക. അതിപ്പോൾ ഹെൽത്തിന് മാത്രം കഴിയുന്നതല്ല, ലോക്കൽ ബോഡീസാണ് ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കേണ്ടത്. അത് ഞങ്ങളെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇത് എഴുതുന്നുണ്ട്. പിന്നെ കുടിവെള്ളം തിളപ്പിച്ചിട്ട് ഹോട്ടലുകൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറും പച്ചവെള്ളം കൊടുക്കരുത്. ഇതുപോലത്തെ പ്രദേശങ്ങളിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല ഭാഗത്തും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട്. അപ്പം അതുകൊണ്ട് ഈ പതിവായിട്ട് ക്ലോറിനൈസേഷൻ ചെയ്യാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്വാദും സ്മെല്ലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഇത് ചെയ്തേ മതിയാവും, ക്ലോറിനൈസ് ചെയ്തേ മതിയാവും. പിന്നെ അതിൻ്റെ പ്രോട്ടോക്കോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴുകാത്ത അസംസ്കൃത പഴങ്ങളും സലാഡുകളും കഴിക്കുന്ന ഒഴിവാക്കുക. അതൊക്കെ ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനേ പറ്റൂ, അതനുസരിക്കേണ്ടത് ഉപഭോക്താക്കളാണ്. പക്ഷേ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ നടത്തുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും തട്ടുകടകളും അതിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഇതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഞായറാഴ്ച ദിവസം തിരക്കിട്ട് പത്രസമ്മേളനം വിളിക്കാൻ കാരണം തന്നെ ഇതിൻ്റെ അലർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ വിജിലൻ്റായി മുന്നോട്ട് നീങ്ങണം. പിന്നെ ഇതോടൊപ്പം തന്നെ ഇവിടെ ചില ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇന്ന് കാലത്തെ പത്രത്തിൽ ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. കേരളത്തിലെ ആരോഗ്യ രംഗം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ആര് പറഞ്ഞു സ്വകാര്യവൽക്കരിക്കുന്നു? കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും സ്വകാര്യവൽക്കരിച്ചാൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ സീറ്റിൽ? അങ്ങനെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ചിന്തിക്കാൻ കഴിയും? ഞാൻ ഇന്നലെ പറഞ്ഞത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളിൽ നവീകരണം, പുതിയ കെട്ടിടം പണിയുക. അതിന് CSR ഫണ്ട് ചെയ്യുന്നവർക്ക് വേറെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട. CSR ഫണ്ട് അതിന് വേണ്ടിയിട്ടല്ലേ. അതല്ലാതെ ഇപ്പോൾ ധവളപത്രത്തിലെ റിപ്പോർട്ട് വെച്ചിട്ട് സർക്കാർ കെട്ടിടങ്ങൾ പണിയുന്നതിന് പരിമിതി ഉണ്ടാകും, സാമ്പത്തിക. കാരണം ഒന്ന്, ഇപ്പോൾ ഡോക്ടർമാരുടെ റേഷ്യോ കൂട്ടണം, അതിൻ്റെ ചിലവ് വരും. കടങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്, കോടികൾ പലരും കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഹോസ്പിറ്റലിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ചില്ലറ പ്രയാസമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CSR ഫണ്ടുകളും സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളും അതിൻ്റെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തും. അതുപോലെ തന്നെ മറ്റൊരു ഫേക്ക് ന്യൂസ് വന്നത്, ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളൊരു അതും ഫേക്കാണ്. അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ മന്ത്രിസഭയിലോ UDFലോ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് സ്വകാര്യ മേഖലയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, കാരണം സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് വിചാരിച്ച്
സർക്കാർ മേഖലയ്ക്ക് അതുകൊണ്ട് ഒരു ക്ഷീണവും ഉണ്ടാവാതെ നോക്കേണ്ട ചുമതല ആരോഗ്യമന്ത്രിക്കുണ്ട്. സ്വകാര്യ ആശുപത്രിയോടൊപ്പം ഓടിയെത്തുക എന്നുള്ളതാണ് സർക്കാർ ആശുപത്രിയുടെ ചുമതല. അത് ആ ചുമതല നിർവഹിക്കേണ്ട ആരോഗ്യ വകുപ്പാണ്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഇതുപോലത്തെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ ദയവായി പറയത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ആർക്കും എന്നോട് ചോദിക്കാം. ഈ മേഖല സ്വകാര്യവൽക്കരിക്കാനല്ല എന്നെ പാർട്ടി എന്നെ മന്ത്രിയാക്കിയിട്ടുള്ളത്. അത് മാത്രമേ പറയുന്നു.